പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യുക. ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ലാലേട്ടനും മമ്മൂട്ടിയും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോയി. ലാലേട്ടൻ ഏകദേശം രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് വാർത്ത വരുന്നത്. ഏതായാലും ഒരു ആഘോഷപൂർവ്വം അത് കൊണ്ടാടി. അദ്ദേഹം അരമണിക്കൂറോളം ക്യൂ നിന്ന് വോട്ട് ചെയ്തു. അത് അത്യാവശ്യം വോട്ട് ചെയ്യേണ്ടതെല്ലാം അത്യാവശ്യ കാര്യമാണ്. അദ്ദേഹം വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യാത്തവരെല്ലാം പോയി വോട്ട് ചെയ്യുക. ഇതിനിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി മോഹൻലാൽ ആരാധകർക്കെല്ലാം വലിയ താല്പര്യമില്ലേ? അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു വിഷമം കാണും. അതൊരു മാറ്റി വെക്കുക എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം വരുന്ന മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ പറ്റി കേൾക്കാത്തവരും കാണാത്തവരും ഒന്നും ആരും കാണില്ല. അതേ അവസ്ഥ തന്നെയാണ്. ലാലേട്ടൻ എന്ത് ചെയ്താലും അത് വാർത്താ പ്രാധാന്യം നേടുന്നു. അപ്പം വാനപ്രസ്ഥം എന്ന് പറഞ്ഞ ചിത്രത്തെ പറ്റിയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വാനപ്രസ്ഥം എന്ന ചിത്രം അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിലെല്ലാം പോയി വിജയിച്ച് ലാലേട്ടൻ്റെ അഭിനയത്തെ പറ്റി ആവോളം പുകഴ്ത്താറുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അതിനകത്തെ ഭാവങ്ങളും രൂപങ്ങളും ഒന്നും ഒരു കാരണവശാലും നമുക്ക് മറ്റൊരു നടനും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചലനങ്ങളും ഒക്കെയായിരുന്നു. പലരും പറയാറുണ്ട് ലാലേട്ടൻ്റെ വിരലുകളും മുടി വരെ അഭിനയിക്കുമെന്ന്. അത് കൃത്യമായിട്ട് ശരിയാണെന്ന് കാണിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം അല്ലേ. കഥകളി കലാകാരനായിട്ട് വന്ന് അദ്ദേഹം ഞെട്ടിപ്പിച്ചു. ആ ചിത്രത്തിൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ഫിഫ്ത് ക്യാമറാമാൻ ആയിരുന്ന റിനോട്ടോ ബെർത്ത ആയിരുന്നു അതിൻ്റെ ക്യാമറാമാൻ, ലോകപ്രസിദ്ധ ക്യാമറാമാൻ. അദ്ദേഹം ഈ ചിത്രം പകർത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് തെറ്റായ ഒരു സ്ഥലത്ത് ജനിച്ചത് കൊണ്ടാണ്. ഭൂമിശാസ്ത്രപരമായി മറ്റൊരു സ്ഥലത്ത് മോഹൻലാൽ ജനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയേനെ എന്ന് പറഞ്ഞതാണ്. കാരണം ഈ ചിത്രത്തിലെ അഭിനയത്തിന് അത്രമേൽ അദ്ദേഹം ഇഷ്ടപ്പെടുകയും അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നില്ല മോഹൻലാൽ തെറ്റായ സ്ഥലത്താണ് ജനിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് മോഹൻലാൽ കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത്, അമേരിക്ക പോലുള്ള സ്ഥലത്ത് ജനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ഓസ്കാർ നേടിയേനെ. ഒരുപക്ഷെ 1, 2, 3 ഓസ്കാർ നേടിയേനെ അല്ലേ. അത്രയ്ക്ക് മികച്ച അഭിനയസിദ്ധിയുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്ന് തന്നെയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദേശ താരങ്ങളും അദ്ദേഹത്തോട് അഭിനയിച്ചിട്ടുള്ള പല താരങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കില്ലേ? ഇപ്പം പറയാനുള്ള കാരണം കുഞ്ഞിക്കുട്ടൻ്റെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പങ്കുവെച്ചു. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റിനാറ്റോ ബെർത്ത പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ്. തെറ്റായ കോണിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഓസ്കാർ നഷ്ടപ്പെട്ടു. ഭൂമിശാസ്ത്രമായ മറ്റൊരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഓസ്കാർ എന്നേ നേടിയേനെ എന്ന് പറഞ്ഞ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ടാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴെ പ്രസിദ്ധ നടിയായ തബു ഈ നിരീക്ഷണം ശരിയാണെന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇപ്പം ആഘോഷിക്കുന്നത്. തബുവിനെ പോലുള്ള പ്രസിദ്ധരായ പല നടിമാരും പലപ്പോഴും ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ പോലുള്ള നടനോടൊപ്പം അഭിനയിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രമായി വന്ന കാലാവാനി, അതിനകത്ത് തബു ആയിരുന്നു ലാലേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അന്നും തബു ലാലേട്ടൻ്റെ അഭിനയത്തെ പുകഴ്ത്തിയൊക്കെ പറയാറുണ്ട്. ഇപ്പോഴും ആ ഓസ്കാർ മലയാളത്തിന് കിട്ടാതെ പോയൊരു ഓസ്കാർ പക്ഷേ മലയാളത്തിന് എങ്ങനെ കിട്ടൂലേ? കാരണം ലാലേട്ടനെ പോലുള്ളൊരു നടൻ മറ്റൊരു സ്ഥലത്ത് ജനിച്ചിരുന്നെങ്കിൽ മലയാളികൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? നമ്മുടെ വിചാരം എപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ശരിയായ സ്ഥലത്ത് തന്നെ നമ്മളോടൊപ്പമാണ് ജനിച്ചത്. എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള നമ്മൾ ലാലേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും ആഘോഷിക്കാറുണ്ട്. അത് ഒരു കൂട്ടർ സമ്മതിക്കത്തില്ലെങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. അസൂയയ്ക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും
മോഹൻലാൽ മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ L366 എന്ന് പറയുന്ന ചിത്രം ഒരു വർഷത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ജയിലർ 2 അദ്ദേഹം വീണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദൃശ്യം 3 ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നു. പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും മഹേഷ് നാരായണൻ എന്നിവർ ഒന്നിക്കുന്ന ചിത്രം എത്താൻ പോകുന്നു. ഇതെല്ലാം മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. അതുതന്നെയാണ് ഈ തബുവിൻ്റെ കമൻറ്റിനും അതുപോലെ മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോകളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.